ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ഇന്ന് 2024 ഒക്ടോബർ 21 തിങ്കളാഴ്ച മിഡ് ക്യാപ്പിൻ്റെ എക്സ്പയറി ദിവസമാണ്. പക്ഷേ മിഡ് ക്യാപ്പിൻ്റെ എക്സ്പയറി ദിവസങ്ങൾ ഇനി അധിക നാൾ ഇതേപോലെ വീക്കിലി എക്സ്പയറി ഉണ്ടാവില്ല. നവംബർ 20 ഇതിൻ്റെയൊക്കെ എക്സ്പയറി മാറി മന്ത്ലി ആവും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ തന്നെ നിഫ്റ്റിയാണ് വീക്ക്ലി എക്സ്പയറിക്ക് വേണ്ടി ചൂസ് ചെയ്തത്. അപ്പോൾ ഓരോ ദിവസവും ട്രേഡ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിഫ്റ്റി മാത്രമാണ് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. ഒരുപാട് പേരുടെ സപ്പോർട്ടാണ് ഈ ഒരു കാര്യത്തിൽ കിട്ടിയിരിക്കുന്നത്. കാരണം ഓരോ ദിവസവും ഓരോ ഇൻഡെക്സ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പം ഡിഫറെൻറ്റ് ആൾക്കാർക്കാണ് അത് സപ്പോർട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്, വ്യത്യസ്തങ്ങളായ ആൾക്കാർ. പക്ഷേ സെൻസെക്സ് എത്തുമ്പോൾ ആർക്കും തന്നെ ഉപകാരപ്പെടാത്ത രീതിയിലേക്ക്, കാരണം വളരെ കുറച്ച് പേര് മാത്രമേ അത് ട്രേഡ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ നിഫ്റ്റിയിലാണ് ഏറ്റവും കൂടുതൽ ട്രേഡേഴ്സ് ഉള്ളത്. അപ്പോൾ ഇപ്പോൾ ബാക്ക് ടു ബാക്ക് എല്ലാ ദിവസവും നിഫ്റ്റി ട്രേഡ് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുമ്പോൾ ഒരുപാട് പേർക്ക് ഇത് യൂസ്ഫുൾ ആവുന്നുണ്ട്. അതുപോലെ എനിക്ക് വാട്സപ്പിൽ സപ്പോർട്ട് കിട്ടുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വളരെയധികം സന്തോഷം ആൾക്കാർക്ക് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഉപകാരപ്പെടുന്നുണ്ട് എന്നറിയുന്നതിൽ. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സിലേക്ക് പോവുകയാണെങ്കിൽ, പോകുന്നതിന് മുമ്പ് ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്തിരുന്നത്, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. നിങ്ങൾ നിർബന്ധമായിട്ടും അതിനകത്തൊരു ക്യാമ്പയിൻ പോലെ അതിനകത്ത് ജോയിൻ ചെയ്യുക. ഫ്രീ ട്രയൽ ഇല്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ എനിക്ക് ആ രജിസ്ട്രേഷൻ നമ്പർ ഒന്ന് വാട്സപ്പിൽ ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ട്രയൽ ഞാൻ തരുന്നതായിരിക്കും. ദെൻ അതേപോലെ കോപ്പി ട്രേഡിങ്ങിൻ്റെ റിസൾട്ട് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇന്നലെ ശനിയാഴ്ച അത് റെക്കോർഡ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ചില പ്രത്യേക കാരണങ്ങളാൽ അത് റെക്കോർഡ് ചെയ്യാൻ സാധിച്ചില്ല. കാരണം തിരക്കായിരുന്നു. ആഴ്ചയിൽ 2 ദിവസമാണ് അവധി കിട്ടുന്നത്. ദെൻ അതിൻ്റെ ഒരു സ്റ്റാറ്റസ് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ 2.5% ലോസിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 2.5% എന്ന് പറഞ്ഞാൽ നമുക്ക് 10 ട്രേഡിംഗ് ഡേയ്സ് ഉണ്ട്. റിക്കവറിക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. എന്നാലും സത്യസന്ധമായിട്ട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട അജണ്ട. എന്തെങ്കിലും പൊള്ള വാദങ്ങൾ ഉന്നയിച്ചിട്ട് ആൾക്കാരെ കൂട്ടുക എന്ന ഒരു പരിപാടി എനിക്കില്ല. സോ ഇപ്പോൾ ഉള്ളത് 2.5%. അത് ഒറ്റ ട്രേഡിംഗ് ഡേയ്സിൽ റിക്കവർ ആവുന്നതേ ഉള്ളൂ. ദെൻ കഴിഞ്ഞ ആഴ്ച നമ്മൾ 2.8% ഉണ്ടായിരുന്നത്. അതേപോലെ ഈ കഴിഞ്ഞ ട്രേഡിംഗ് ഡേയ്സിൽ ബാക്ക് ടു ബാക്ക് നമ്മൾ 4 ദിവസം പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു ദിവസമാണ് 5 ദിവസത്തിൽ 4 ദിവസം പ്രോഫിറ്റ്, ഒരു ദിവസം ലോസും ആയിരുന്നു. ഇതിൽ പ്രധാനമായിട്ടും ഞാൻ കണക്ക് കൂട്ടുന്നതിൽ മറ്റൊരു കാര്യം, നിങ്ങൾ കരുതുന്നുണ്ടാവും 4 ദിവസം പ്രോഫിറ്റ് ആയാലും 2.8% റിക്കവർ ആവില്ലേ എന്നുള്ളത്. അവിടെ നമുക്ക് ബ്രോക്കറേജ് കൂടി റിക്കവർ ചെയ്തെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാൽക്കുലേഷൻ വരുന്നത്. സോ അടുത്ത ശനിയാഴ്ച അല്ലെങ്കിൽ മന്ത് എൻഡിൽ ഞാൻ കംപ്ലീറ്റ് ഡാറ്റയും നിങ്ങളുടെ മുന്നിലെത്തിക്കും. കാരണം മന്ത് എൻഡ് വരുന്നത് വെള്ളിയാഴ്ചയാണ്. സോ ശനിയാഴ്ച ക്ലീനായിട്ട് എന്തൊക്കെ സംഭവിച്ചു, എത്ര രൂപ വന്നു, എത്ര രൂപ പോയി എന്നൊക്കെയുള്ളത് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചതുപോലെ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതായത് PNL ഓപ്പൺ ചെയ്തിട്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ആർക്കെങ്കിലും ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, കാരണം നമ്മളിപ്പോൾ സെർവറൊക്കെ പുതിയ അപ്ഗ്രേഡ് ചെയ്തു, പുതിയ രീതിയിൽ എന്താ പറയുക എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് പറയുക. 1,00,000 രൂപ ക്യാപിറ്റലും സരോദ അക്കൗണ്ടും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റും. കൂടുതലായിട്ട് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ആണ് പറയാനുള്ളത്. നിങ്ങൾക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവരും മാനുവൽ ട്രേഡ് ചെയ്യുന്നവർ, അതുപോലെ ആർക്കെങ്കിലും പോർട്ട്ഫോളിയോ മാനേജ്മെൻ്റ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്യുക. ദെൻ നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സിലേക്ക് പോവുകയാണെങ്കിൽ, നിഫ്റ്റി ഒരു ഡബിൾ ബോട്ടം പാറ്റേൺ ഇവിടെ കാണിക്കുന്നുണ്ട്. സോ ഇത് വർക്കൗട്ട് ആകുമോ എന്നുള്ളത് കണ്ടറിയണം. വർക്കൗട്ട് ആയിക്കഴിഞ്ഞാൽ ഈ ഒരു ഇവിടം തൊട്ട് ഈ ഡബ്ല്യുവിൻ്റെ ഫസ്റ്റ് ലെഗ് ഇവിടത്തേക്കാണ് വന്നിരിക്കുന്നത്. ദെൻ ഇതാ ഇവിടെ വന്നു, ഇവിടെ നിന്ന് തിരിച്ച് താഴെ ഇറങ്ങി. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഒത്തിരി പേര് എന്നോട് പറഞ്ഞിരുന്നു ഇത് ഡബ്ല്യു പാറ്റേൺ വരികയാണ് അല്ലെങ്കിൽ ഡബിൾ ബോട്ടം വരികയാണ് എന്നൊക്കെ. അപ്പോൾ അതിനൊരു കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഡേയിൽ നമുക്ക് അവിടെ ഒരു റിവേഴ്സൽ കാണിക്കുക എന്നുള്ളത്, അതും കാണിച്ചിട്ടുണ്ട്. സോ ഇവിടെ നമുക്കൊരു ഒരു ലെവൽ റീച്ച് ചെയ്യേണ്ടത് ഇവിടെ നിന്നാണെങ്കിൽ നമുക്ക് ഏകദേശം ഈ ഒരു സെയിം ഹൈറ്റ് ഇവിടെ നിന്ന് അങ്ങോട്ട് പ്രതീക്ഷിക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇന്നത്തെ ട്രേഡിംഗ് ഡേയിൽ മാർക്കറ്റ് ഗ്രീനാണ് കാണിക്കുന്നതെങ്കിൽ മാർക്കറ്റ് റിക്കവറി തന്നെയാണ്. സോ അത് പ്രതീക്ഷിച്ച് നമുക്ക് നിൽക്കാൻ പറ്റും. ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്കൊക്കെ, ലോസ് കാണുന്നവർക്കൊക്കെ ഒന്നും സമാധാനമാവുന്നുണ്ടാവും ഇത് കേൾക്കുമ്പോൾ. കാരണം ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് അപ്പത്തേനും താഴോട്ട് ഇറങ്ങിപ്പോയി. പിന്നെ അത് റിക്കവർ ആകുമോ എന്നുള്ളത് ഒരുപാട് ചോദ്യം. എനിക്ക് വാട്സപ്പിൽ ഇങ്ങനെയുള്ള ഭയങ്കര എൻ്റെ വാട്സപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലുള്ളതാണ്. കാരണം അതിനകത്ത് വരുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ്, പേഴ്സണലി ഒന്നും തന്നെ വരാറില്ല. അതും വരുന്ന ഒരു 50 കോള് 50 മെസ്സേജോ വരുന്നുണ്ടെങ്കിൽ അതിലൊരു 30
കൂടുതലും ലോസ് വന്നു, എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ള ഭയങ്കര വിഷമം തോന്നുന്ന ഒരു മെസ്സേജുകളായിരിക്കും കൂടുതൽ. ഇന്നലെ പോലും ഒരാൾ ഏകദേശം ഒരു 11 ലക്ഷം രൂപ നഷ്ടം വന്നു എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കുറേ നേരം സംസാരിച്ചു. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓപ്ഷൻ ട്രേഡിംഗ് അറിയാതെയാണ് നിങ്ങൾ, അല്ലെങ്കിൽ ഡ്രൈവിംഗ് അറിയാതെയാണ് വണ്ടി ഓടിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യമുണ്ടെങ്കിൽ ആ വണ്ടി അവിടെ നിർത്തുക, ഇടിച്ച് തകരുന്നതിന് മുൻപേ. എവിടെയായാലും കുറേയൊക്കെ നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിർത്തുക. എന്നിട്ട് നിങ്ങൾ സ്റ്റോക്ക് ഇൻവെസ്റ്റിങ്ങിലേക്ക് പോവുക. ചില ആൾക്കാർക്ക് എന്താണ് സ്റ്റോക്ക് ഇൻവെസ്റ്റിംഗ് എന്ന് പോലും അറിയാത്ത ആൾക്കാർ ഓപ്ഷൻ ട്രേഡിംഗ് ആരൊക്കെയോ പറഞ്ഞ് ബ്രോക്കറേജിൻ്റെ കമ്മീഷൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവരെ റഫറൽ വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഇവരെ കൊണ്ട് ഓപ്ഷൻ ട്രേഡ് ചെയ്യിക്കുക. ഓപ്ഷൻ ട്രേഡ് ചെയ്യുമ്പോഴാണ്, ഇൻട്രാഡേ ട്രേഡ് ചെയ്യുമ്പോഴാണ് പ്രോഫിറ്റ് കമ്മീഷൻ റഫറൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുക. അങ്ങനെ അവരെ കൊണ്ട് ഓപ്ഷൻ ട്രേഡിംഗ് സംഭവമാണ് എന്ന് പറഞ്ഞ് ട്രേഡ് ചെയ്യിക്കുക. അതിങ്ങനെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കമ്മീഷൻ ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. അങ്ങനെ ആൾക്കാരെ പറഞ്ഞ് ഇതിലേക്ക് എത്തിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ സ്റ്റോക്ക് ഇൻവെസ്റ്റിംഗ് എന്താണ് എന്നറിയാതെ ആൾക്കാർ പോലും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ ഡ്രൈവിംഗ് അറിയാതെയാണ് വണ്ടി ഓടിക്കുന്നത് എന്ന ഒരു തോന്നലുണ്ടെങ്കിൽ അവിടെ നിർത്തിയിട്ട് നിങ്ങളുടെ ഇത് മാറ്റുക. ലൈസൻസ് ഇല്ല, വേണ്ടാത്ത വണ്ടികളൊക്കെ ഉണ്ട്, അതൊക്കെ ഓട്ടാൻ വേണ്ടി. അതായത് സ്റ്റോക്കിലും മറ്റൊക്കെ, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ, ETF ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇനി എന്തെങ്കിലും അതിൽ ഫർദർ ഇൻഫർമേഷൻ വേണമെങ്കിൽ എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി. ഈ താഴെ ഭാഗത്ത് നിങ്ങൾക്ക് നമ്പർ കാണുന്നുണ്ട്, ഇടയ്ക്ക് ഇങ്ങനെ അവിടെ ബ്ലിങ്ക് ചെയ്ത് വരുന്നുണ്ടാവും. ഓൾറൈറ്റ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, ദെൻ മാർക്കറ്റ് ഒരു റിക്കവറിക്കുള്ള ഒരു സൂചനയാണ് ഇന്നത്തത്. ഗ്രീൻ ക്യാൻഡിലാണെങ്കിൽ റിക്കവറിക്കുള്ള സൂചനയാണ് എന്ന് കരുതാം. BSE NSEയും 1 hour ദിവാളി മുഹറത്ത് ട്രേഡിംഗ് നവംബർ 1 ചെയ്യുന്നത്. വെള്ളിയാഴ്ചയാണ്, നവംബർ 1 നവംബർ 1 വെള്ളിയാഴ്ച അല്ലെന്ന് തോന്നുന്നു. ഓക്കെ, 31 വെള്ളിയാഴ്ചയാണ് മോസ്റ്റ് പ്രോബബ്ലി, എനിക്ക് തോന്നുന്നു. എന്തായാലും നവംബർ 1 1 മണിക്കൂർ വൈകുന്നേരം ആണ് ഉണ്ടാവുക. അന്ന് പ്രത്യേകിച്ച് ട്രേഡിങ്ങിനൊന്നും സ്കോപ്പ് ഉണ്ടാവില്ല. പക്ഷേ അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്കും നോർത്ത് ഇന്ത്യയിലൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ മുഹറത്ത് ട്രേഡിംഗ്. അവർ ഒരു പുതിയ ട്രേഡിംഗ് വർഷം സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ദിവസമാണ്. ദെൻ ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് HDFC ബാങ്ക്, ടെക് മഹീന്ദ്ര, JSW സ്റ്റീൽ, UCO ബാങ്ക്, JM ഫിനാൻഷ്യൽസ്, MCX, ടാറ്റ കൺസ്യൂമർ, ഇത്രയും സ്റ്റോക്കുകൾ ഇന്നലെ ന്യൂസിൽ ഹൈലൈറ്റ് ഇത് വന്നതാണ്. അതിൽ ടെക് മഹീന്ദ്ര പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സ്റ്റോക്ക് തന്നെയാണ്. ദെൻ ഗോൾഡിൻ്റെ റേറ്റ് എന്താ പറയുക, ആകാശം മുട്ടെ പറന്നു പോവുകയാണ്. $2724 എത്തിയിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ ഇടിഞ്ഞ് താഴെ പോവുകയാണ്. ക്രൂഡ് ഓയിൽ ചെയ്തിട്ട് ലോസ് വന്നു ഒരുപാട് പേര്. കാരണം ഈ മിഡിൽ ഈസ്റ്റ് ടെൻഷൻ കണ്ടപ്പം ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കയറുമെന്ന് കരുതിയിട്ട് ഒരുപാട് പേര് ഇൻവെസ്റ്റ് ചെയ്തിരുന്നു, ട്രേഡ് ചെയ്തിരുന്നു. അവർക്കൊക്കെ നല്ല രീതിയിൽ കൈപൊള്ളിയിട്ടുണ്ട്. USD INR റേറ്റ് നോക്കുകയാണെങ്കിൽ വളരെ മോശമായ അവസ്ഥയിൽ തുടരുകയാണ്. 84 രൂപ 7 പൈസയാണ് ഒരു US ഡോളറിൻ്റെ വിനിമയ നിരക്ക്. ദെൻ Q2 റിസൾട്ടിൻ്റെ കാലമാണ്. ഇപ്പോൾ ഡാൽമിയ ഭാരത് 60% ലാഭത്തിൽ 60% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൊട്ടക് മഹീന്ദ്ര ബാങ്ക് 5% ലാഭവർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. RBL ബാങ്ക് 24% ലാഭത്തിൽ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദെൻ ടെക് മഹീന്ദ്ര 153% ലാഭവർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണത്. ജിയോജിത് ഫിനാൻഷ്യൽസ് 53% ലാഭവർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതേതാണ് ഒബ്രോയ് റിയാലിറ്റി 29% ലാഭവർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ടാറ്റ കൺസ്യൂമർ എന്താ പറയുക, പ്രോഫിറ്റിൽ ലാഭമില്ലാതെ കഴിഞ്ഞ അതേപോലെ തന്നെ തുടരുകയാണ്. 359 കോടി രൂപയാണ് ലാഭം. ദെൻ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ US മാർക്കറ്റ് ക്ലിയർലി ബുള്ളിഷാണ്. യൂറോപ്യൻ മാർക്കറ്റ് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ്. മറ്റ് മാർക്കറ്റുകളിലേക്ക് വരാണ് കംപ്ലീറ്റ്ലി ബെയറിഷാണ്. ചൈനീസും ജപ്പാനും STയും കോസ്പിയും എല്ലാം തന്നെ റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദെൻ ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്ത് 24,905 ഇന്ന് ഓപ്പൺ ആയത് 941 36 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. കറന്റ്ലി ട്രേഡിംഗ് നടക്കുന്നത് 24,925. എന്തായാലും ഇന്ന് അതായത് കഴിഞ്ഞ ദിവസത്തെ ക്ലോസിങ്ങിനേക്കാൾ മുകളിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. സോ ഓപ്പൺ ആയ സ്ഥലത്ത് നിന്ന് 16 പോയിന്റ് താഴെയാണ് കറന്റ്ലി ട്രേഡിംഗ് നടക്കുന്നത്. നോക്കാം, നമ്മളെ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോഴത്തേനും ഇതെല്ലാം പച്ചയായി മുകളിലോട്ട് വരും എന്ന് പ്രതീക്ഷിക്കാം. ഗ്ലോബൽ ഈവൻസിലേക്ക് പോകണമെങ്കിൽ
കാര്യമായിട്ടൊന്നും ഞാൻ നോട്ട് ചെയ്തിട്ടില്ല. ചൈന ലോൺ പ്രൈം റേറ്റ് 1 year, US 6 months ബിൽസ് ഓപ്ഷൻ, ജർമ്മനി PPI ഇയർ ഓൺ ഇയർ. ഇത്രയാണ് ഗ്ലോബൽ ഡാറ്റ ഇന്ന് പ്രതീക്ഷിക്കാനുള്ളത്. ഇനി റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന ഒരുപാട് കമ്പനികളുണ്ട് കേട്ടോ. ഇത് സീസണാണ്, റിസൾട്ടിൻ്റെ Q2 സീസണാണ്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, സുപ്രീം പെട്രോകെമിക്കൽസ്, റൂട്ട് മൊബൈൽ, സ്വരാജ് എൻജിൻസ്, നെൽക്കോ, സുരാന സോളാർ, ടിപ്സ് ഫിലിംസ്, ബജാജ് ഹൗസിംഗ് ഫിനാൻസ്, HFCL, മഹാരാഷ്ട്ര സ്കൂട്ടേഴ്സ്, സിറ്റി യൂണിയൻ ബാങ്ക്, മഹീന്ദ്ര ലോജിസ്റ്റിക്സ്, കംഫർട്ട് ഫിൻക്യാപ്പ്, 361 വാം, ആർട്സ് ആൻഡ് എഞ്ചിനീയറിംഗ്. ഇത്രയും കമ്പനികളാണ്, ഇത്രയും ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഏതാനും കമ്പനികളാണ് ഞാൻ വായിച്ചതിൽ. കൂടുതൽ കമ്പനികൾ ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട്. ദെൻ F&O ബാനിൽ വന്നിരിക്കുന്നത് ആരതി ഇൻഡസ്ട്രീസ്, ടാറ്റ കെമിക്കൽസ്, ബന്ധൻ ബാങ്ക്, സെയിൽ, ബി സോഫ്റ്റ്, PNB, IDFC ഫസ്റ്റ് ബാങ്ക്, ചമ്പൽ ഫെർട്ടിലൈസേഴ്സ്, നാഷണൽ അലുമിനിയം, GNFC, LTF, ഹിന്ദ് കോപ്പർ, ഗ്രാനൂൾസ്, IEX. ഇത്രയും കമ്പനികളാണ്. കമ്പനികളുടെ എണ്ണം കൂടി വരുന്നുണ്ട്, കാരണം എക്സ്പയറി എടുക്കും തോറും F&O ബാൻ കൂടി അതിൻ്റെ ലിസ്റ്റ് വലുതായിക്കൊണ്ടേയിരിക്കും. ഇനി കഴിഞ്ഞ ദിവസത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 5485 കോടിയുടെ സെല്ലിംഗ് ആണ് നടത്തിയത്. പക്ഷേ മാർക്കറ്റ് മുകളിലോട്ടാണ് കയറി വന്നത്. അതിൻ്റെ ഒരു ലോജിക്ക് എനിക്ക് മനസ്സിലായിട്ടില്ല. ദെൻ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 5214 കോടിയുടെ ബൈയിങ് ആണ് ചെയ്തത്. മൊത്തത്തിൽ 270 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസം നടന്നത്. ഈ മാസത്തിൽ ഇതുവരെയായിട്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 78,530 കോടിയുടെ സെല്ലിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി 73,574 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 4,955 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് ഈ മാസം ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ദെൻ കഴിഞ്ഞ ദിവസത്തെ നിഫ്റ്റിയുടെ മാർക്കറ്റ് ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഓപ്പൺ ആയത് 24,665 198 പോയിന്റ് മുന്നേറ്റത്തിൽ 24,863 മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റിയിൽ കഴിഞ്ഞ 5 ട്രേഡിംഗ് ഡേയ്സ് കൊണ്ട് 221 പോയിന്റിൻ്റെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ ഒക്ടോബർ മാസത്തിൽ 925 പോയിന്റിൻ്റെ നഷ്ടമാണ് നിഫ്റ്റിക്ക് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിഫ്റ്റിയിൽ നോർമൽ CPR ആയിരുന്നു, പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നോർമൽ CPR ആണ്, പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് അത്ഭുതങ്ങളൊന്നും തന്നെ ഇല്ല. ഇന്ത്യ വിക്സ് ഓപ്പൺ ആകാൻ പോകുന്നത് 13.04 ഓപ്ഷൻ ബൈ ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ നല്ലൊരു ഇതാണ്. അധികം എന്താ പറയുക, പെടച്ചിലില്ലാത്ത ഒരു മാർക്കറ്റ് മൂവ്മെൻറ്റ് കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ നോക്കുകയാണെങ്കിൽ 0.76 ആണ്. ഒരു ന്യൂട്രൽ മൂവ്മെൻ്റ് ആണ് ഇത് സൂചിപ്പിക്കുന്നത്. ശരിക്കും ബുള്ളിഷ് ഓർ ബെയറിഷ് പറയുന്നേ ഇല്ല, ന്യൂട്രൽ മൂവ്മെൻറ്റ്, ഒന്നിൽ സൈഡ് വൈസ് അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ ആണ് സൂചിപ്പിക്കുന്നത്. ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് 94 ലക്ഷമാണ് വന്നിരിക്കുന്നത്, 25,000 അതുള്ളത്. 24,500 79 ലക്ഷം പുട്ട് റൈറ്റിംഗും വന്നിട്ടുണ്ട്. അപ്പോൾ 94 ലക്ഷം ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഓപ്ഷൻ സെല്ലേഴ്സ് മാർക്കറ്റിലൊരു ബെയറിഷ് മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ കഴിഞ്ഞ ദിവസം 833 പോയിന്റിൻ്റെ മുന്നേറ്റം ഉണ്ടായി. ഫിൻ നിഫ്റ്റിയിൽ 387 പോയിന്റിൻ്റെ മുന്നേറ്റം ഉണ്ടായി. സെൻസെക്സിൽ 475 പോയിന്റിൻ്റെ മുന്നേറ്റം ഉണ്ടായി. മിഡ് ക്യാപ്പിൽ 98 പോയിന്റിൻ്റെയും മുന്നേറ്റം ഉണ്ടായി. അതായത് കഴിഞ്ഞ ദിവസം ഒരു ഗ്രീൻ ആയിരുന്നു മൊത്തത്തിൽ മാർക്കറ്റ്. എല്ലാ ഇൻഡെക്സുകളും സെക്ടറിലായാലും അല്ലെങ്കിൽ മെയിൻ ഇൻഡെക്സുകളായാലും എല്ലാം തന്നെ അതങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അതേപോലെ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ മാർക്കറ്റ് ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് ഒരു വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ മാർക്കറ്റ് 24,585 ടച്ച് ചെയ്യും എന്നാണ്. എത്ര അക്രേറ്റ് അവിടെ വന്നിരിക്കുന്നത് അല്ലേ. ഒരുപാട് പേര് എനിക്ക് ഇതിനെക്കുറിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു അൺസർട്ടനിറ്റി ആയിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. കാരണം നമ്മളെ ലെവൽസ് ഇവിടെ വരാത്ത സ്ഥിതിക്ക് മാർക്കറ്റിലൊരു കൃത്യമായ ധാരണ കിട്ടില്ല എന്നുള്ളത്. അതുപോലെ ഒരു ആദ്യത്തെ ഒരു 3/4 മണിക്കൂർ നേരം അങ്ങനെ തന്നെയായിരുന്നു. കാരണം ഒരു ഫസ്റ്റ് റെഡ് ക്യാൻഡിൽ, പിന്നെ ഗ്രീന്, പിന്നെ വീണ്ടും റെഡ് വന്നു. പിന്നീടാണ് അത് ഒരു ബ്രേക്ക് ഔട്ടായി മുകളിലോട്ട് പോകാൻ തുടങ്ങി. അതിൽ ഒത്തിരി പേര് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ മിനിഞ്ഞാത്ത ഇതിനകത്ത് ട്രേഡ് ചെയ്യുമ്പോൾ ഒരു ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. സ്റ്റോപ്പ് ലോസ്, ചെറിയ സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ചിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ അതൊക്കെ അടിച്ചെടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത് മുകളിലോട്ട്. അപ്പോൾ അതൊരു പ്രശ്നം തന്നെയായിരുന്നു. ബാക്കിയുള്ളതെല്ലാം മാർക്കറ്റ് നല്ല രീതിയിൽ നോട്രേഡ് സോണിൽ, നമ്മുടെ റാസിൻ്റെ നോട്രേഡ് സോണിൽ കറക്റ്റ് അവിടെ പോയിട്ട് മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്ത് അവിടെ ക്ലോസ് ആയിട്ടുണ്ട്. എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു മാർക്കറ്റായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത്. വാച്ച് ചെയ്യാനായിരുന്നു ഇൻട്രസ്റ്റ്, ട്രേഡ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം കുറേ പേര് പ്രോഫിറ്റ് ഉണ്ടാക്കി. കാരണം അവരൊന്നും ഈ വലിയ ഗ്യാപ്പിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് പോകുന്നവരാണ്. വൈകുന്നേരം വരെ കാത്തിരുന്നിട്ട് കിട്ടുന്ന പ്രോഫിറ്റ് മുഴുവനായിട്ട് എടുക്കുന്ന ടീംസാണ്. സോ ദെൻ നമുക്ക് ഇന്നത്തെ ഒരു നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നത്തേക്ക് നിഫ്റ്റിയിൽ ഒരു നോ ട്രേഡ് സോണായിട്ട് നമുക്ക് കിട്ടുന്നത് CPRൻ്റെ 3 ലെവൽസും
അതിൻ്റെ ഇടയിൽ വരുന്ന നമ്മുടെ റാസ് ലെവൽസിൻ്റെ നോ ട്രേഡ് സോണാണ്. അതായത് 24,817 മുതൽ 726 വരെയുള്ള ഒരു 100 പോയിൻറ്റിൻ്റെ നോ ട്രേഡ് സോണാണ് ഇന്ന് ഡിഫൈൻ ചെയ്ത് വന്നിട്ടുള്ളത്. ദെൻ ഇതിനകത്ത് ഫ്രഷ് എൻട്രി എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ ഓപ്പണിങ് നോക്കുകയാണെങ്കിൽ ഒരു മുകളിൽ ഓപ്പണായിട്ട് താഴോട്ട് വരുന്ന ഒരു രീതിയാണ് റാസ് ലെവൽസ് നമ്മളോട് പറയുന്നത്. അതെന്താ പറയുക, അത് ഏത് രീതിയിലേക്കും വരാനുള്ള സാധ്യതകളുണ്ട്. അതൊന്നും മുൻകൂട്ടി ഓപ്പണിംഗ് ഒന്നും മുൻകൂട്ടി നമ്മൾ ഒരു ധാരണയിലേക്ക് കൊണ്ടുപോകണ്ട. പക്ഷേ ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ അത് തന്നെ സംഭവിക്കണമെന്ന് വാശി പിടിക്കരുത്. ഇന്നത്തെ ഡേ ലോ 24,690 പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഡേ ഹൈ 25,037. രണ്ടിലേതെങ്കിലും ഒന്ന് നമുക്ക് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ദെൻ ഇവിടെ പ്രീവിയസ് ഡേ ഹൈയിൽ ഒരു റെസിസ്റ്റൻസ് ചെറിയ രീതിയിൽ ചിലപ്പോൾ ഇവിടെ ആയിരിക്കും മാർക്കറ്റ്, ഈ ഒരു സോണിലായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് കേട്ടോ. ഈ ഒരു സോണിൽ അവിടെ ഓപ്പണായിട്ട് ഒരു മോസ്റ്റ് പ്രോബ്ലി താഴെ വന്ന് നമ്മൾ നോ ട്രേഡ് സോണിനെ ടച്ച് ചെയ്തിട്ട് ഫർദർ അപ്പ് പോവും, അല്ലെങ്കിൽ താഴോട്ട് പോവും. എന്തായാലും മാർക്കറ്റിൽ ഒരു കിടിലൻ സപ്പോർട്ട് കിട്ടാൻ പോകുന്ന സ്ഥലം പ്രീവിയസ് ഡേ ലോയാണ്. അതായത് 24,567 574 എന്ന ലെവലിൽ ഇവിടെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാതെ ഇവിടെ ഹോൾട്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ റാസ് ലെവൽസ് നമ്മളോട് പറയുന്നത് 24,690 ആയിരിക്കും ഡേ ലോ എന്ന് പറയുന്നുണ്ട്. സോ ഇൻ കേസ് റാസ് ലെവൽസ് പൊട്ടിക്കഴിഞ്ഞാൽ പ്രീവിയസ് ഡേ ലോ തന്നെ പ്രതീക്ഷിച്ച് നമ്മൾ മുന്നോട്ട് പോകേണ്ടി വരും. ഇന്നൊരു എന്താ പറയുക, കൃത്യമായിട്ടൊരു ഡയറക്ഷൻ പറയാൻ പറ്റാതെ, കാരണം ഈ ഒരു മാർക്കറ്റിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതൊരു ഡബിൾ ടോപ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഈ ഒരു ഡബിൾ ടോപ്പ് പാറ്റേണിൽ. അപ്പോൾ ഇവിടെയുള്ള ഒരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഫസ്റ്റ് റിവേഴ്സലിൻ്റെ ഒരു സിഗ്നൽ കാണിച്ചു, സെക്കൻഡ് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ നമുക്ക് കാണിക്കും, ദെൻ ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇതേപോലെ കാണിക്കും. എന്നിട്ട് അപ്പോഴത്തേനും നമ്മുടെ ഈ നെക്ക് ലെവലിൽ എത്തും. ഇവിടെ നിന്ന് ഫർദർ അത് താഴോട്ടാണെങ്കിൽ ഒറ്റപ്പോക്ക് താഴോട്ട് പോകും, അല്ലെങ്കിൽ ഒറ്റപ്പോക്ക് മുകളിലോട്ട് പോകും. മുകളിലോട്ട് പോകുകയാണെങ്കിൽ ഈ ഒരു ലെവൽ വരെ നമുക്കതിനെ ഡ്രൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഇന്നത്തെ ഒരു ക്യാൻഡിൽ കൂടി വന്നു കഴിഞ്ഞിട്ട് പിന്നെയാണ് അത് കറക്റ്റ് തീരുമാനം എടുക്കുക, മുകളിലോട്ടാണോ താഴോട്ടാണോ. ഇന്ന് തന്നെ നമുക്ക് ക്ലിയർലി പറയാൻ പറ്റില്ല മുകളിലോട്ട് തന്നെയാണ് എന്നുള്ളത്. ബട്ട് മോസ്റ്റ് പ്രോബബ്ലി ഇന്ന് മുകളിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ ഒരു ലെവലിലേക്ക് കയറി വരും. അതിനുശേഷം 2 ക്യാൻഡിൽ ഗ്രീൻ വന്നതിന് ശേഷം ഫർദർ ഫോൾ ആണെങ്കിൽ അവിടെ നിന്ന് ഒറ്റപ്പോക്ക് താഴോട്ട് പോയിക്കോളും. ഇതൊക്കെ കട്ട് ചെയ്തിട്ട് ആ പാറ്റേൺ ബ്രേക്ക് ചെയ്തിട്ട് താഴോട്ട് പോകും. ഇനി അതല്ല, ഈ പാറ്റേൺ അത് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ തിരിച്ച് ഈ ഒരു ലെവലിലേക്ക് കയറി വരികയും ചെയ്യും. എന്തായാലും നമുക്കത് അടുത്ത ദിവസം കൃത്യമായിട്ട് പറയാൻ സാധിക്കും. സോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. കോപ്പി ട്രേഡിങ്ങിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അതുപോലെ കോപ്പി ട്രേഡിങ്ങും പ്രധാനമായിട്ടും ജോലിയുള്ളവർക്കും അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെയാണ് ഇത് ഉപകാരപ്പെടുക. അതേപോലെ പ്രവാസികൾക്ക് ജോലിക്ക് രാവിലെ പോകുന്നതിന് മുമ്പ് ഒന്ന് ലോഗിൻ ചെയ്തിട്ടിട്ട് അങ്ങ് പോയാൽ മതി. ബാക്കി ട്രേഡുകൾ കാര്യങ്ങൾ അതിനകത്ത് നടന്നോളും. പിന്നെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാനും സരവതയുടെ ആപ്പിൽ കയറിയിട്ട് ഒന്ന് നോക്കിയാൽ മതി, ഇൻ കേസ് നോക്കണം എന്നുണ്ടെങ്കിൽ. ദെൻ അതേപോലെ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ചെയ്യാൻ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ വാട്സപ്പിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ദെൻ ഇന്നത്തേക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്.